പനങ്ങാട്ടിരി ശ്രീ മഹാഗണപതി ക്ഷേത്ര കുംഭാഭിഷേക ചടങ്ങുകൾ വ്യാഴാഴ്ച സമാപിക്കും. 3 ദിവസങ്ങളിലായാണ് ആഘോഷ പരിപാടികൾ. ആദ്യ ദിനത്തിൽ മഹാഗണപതി ഹോമത്തോടെ ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചു. രണ്ടാം ദിനത്തിൽ വിശേഷ സന്ധ്യ, ആചാര്യ യാഗശാല, രണ്ടാം കാല യാഗാരംഭം, സൂര്യപൂജ തുടങ്ങിയ ചടങ്ങുകൾ നടന്നു. കന്ദർപായുധഭാസിനെ ഭീതിനിവാരായ ശാന്തകാരണിരോധിനെ ജ്ഞാനപ്രദായ ശാന്തായ ശ്രീസ്കന്ദഗുരവേ നമഃ. വ്യാഴാഴ്ചത്തെ കുംഭാഭിഷേകത്തെക്കുറിച്ച് സംഘാടകർ വിശദീകരിച്ചു. പുരാതനമായ നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള പനങ്ങാട്ടിരി മഹാഗണപതി ക്ഷേത്രത്തിൻ്റെ കുംഭാഭിഷേകം നമ്മൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പഞ്ചായത്തിൽ തന്നെ ഏക ഗണപതിയുടെ പ്രതിഷ്ഠ ഇവിടെ മാത്രമാണ് നിലനിൽക്കുന്നത്. ഇരാവൺ ക്ഷേത്രവുമായിട്ട് ബന്ധമുള്ള ഈ മഹാക്ഷേത്രം വളരെ കാലങ്ങളായിട്ട് ആഘോഷിച്ചു വരുന്ന ഈ ചടങ്ങുകളും അതുപോലെ തന്നെ നിത്യതര പൂജയും കൊണ്ട് വളരെ പ്രസിദ്ധമാണ്. ഇന്ന് ഇവിടെ കുംഭാഭിഷേകം നടക്കുകയാണ്. വളരെ ജീർണോദ്ധാരണം, അതുപോലെ തന്നെ ബിംബശുദ്ധി, ഇങ്ങനെ പല ഘട്ടങ്ങളിലായി കടന്ന് നാളെ കാലത്ത് 8 മുതൽ 9 മണിയുള്ള ശുഭമുഹൂർത്തത്തിൽ പ്രതിഷ്ഠാ കർമ്മ ചടങ്ങുകൾ നടക്കുകയാണ്. പനങ്ങാട്ടിരി ദേശത്തെ പറഞ്ഞമാതിരി ചിരപുരാതനമായ ഈ ഒരു ക്ഷേത്രം കുംഭാഭിഷേക കർമ്മങ്ങൾ വളരെ വൃത്തിയും വെടുപ്പും ശുചിയോടുകൂടെ നടക്കുകയാണ്. നാളെ കാലത്താണ് 8-9 മണിക്ക് ഈ ശുഭമുഹൂർത്തത്തിൽ കുംഭാഭിഷേകത്തിൽ ഈ നാട്ടുകാരുടെ എല്ലാവരെയും അവമന്യ സഹകരണങ്ങൾ പറഞ്ഞുണ്ടായിട്ടുണ്ട്. പൂർവികമായിട്ടുള്ള പനങ്ങാട്ടിരി ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലെ ജീർണോദ്ധാരണ അഷ്ടമംഗല മഹാകുംഭാഭിഷേകത്തോടനുബന്ധിച്ച് 4 കാലത്തിൽ ഇന്നലെ 1-ാം കാലം കഴിഞ്ഞു, ഇന്ന് 2-ാം കാലം. ഇപ്പോൾ വന്നിട്ട് വിശേഷ സന്ധി പറയുമ്പോൾ ഈ വന്നിരിക്കുന്ന ആചാര്യന്മാർ ദേഹത്തിൽ ശുദ്ധി ചെയ്തിട്ട് തുടർന്നുള്ള പൂജാതി കർമ്മങ്ങൾ നടക്കും. അതുകൊണ്ട് ഈ വിശേഷ സന്ധി, അതിനുശേഷം 2-ാം കാല യാഗപൂജ ആരംഭം, അതിനെ തുടർന്ന് വിശേഷ ദ്രവ്യഹോമങ്ങൾ, അതേമാതിരി പൂർണ്ണാഹുതി, തുടർന്ന് ഉപചാരങ്ങൾ, അതേമാതിരി ജലാധിവാസം, അതിനെ തുടർന്ന് ധാന്യാധിവാസം, അതിനെ തുടർന്ന് ശയനാധിവാസം എന്ന ഓരോ വിശേഷ പൂജകളെല്ലാം നടക്കും. അതിനെ തുടർന്ന് വൈകുന്നേരം ഈ വിശേഷ ശയനാധിവാസ പൂജ കഴിഞ്ഞതും ഈ ഉപചാര പൂജകളൊക്കെ കഴിഞ്ഞ ശേഷം ഒരു 8:30 മണിക്ക് ശേഷം ഒരു 9 മണിയിലുള്ളിലായിട്ട് പുതിയ യന്ത്രം തന്നിട്ടുണ്ട്. ആ യന്ത്രസ്ഥാപനം, അതിനെ തുടർന്ന് വിശേഷ ബിംബസ്ഥാപനം, അതിനെ തുടർന്ന് വിശേഷ അഷ്ടബന്ധ മരുന്ന് ചാർത്തൽ തുടങ്ങിയ വിശേഷ പൂജകളെല്ലാം നടക്കും. തുടർന്ന് ഇളനീര വിഷയം ഉണ്ടാകും. ഈ വിശേഷ പൂജയിൽ പനങ്ങാട്ടിലുള്ള എല്ലാ ഭക്തജനങ്ങളും സകല ഐശ്വര്യങ്ങളോടുകൂടി അശ്വതി നക്ഷത്ര, രേവതി നക്ഷത്ര പര്യന്തം ഉള്ള എല്ലാ നക്ഷത്രക്കാരും വന്നവരും വരാത്തവരും എല്ലാ ഭക്തജനങ്ങളും ഈ വിശേഷ കുംഭാഭിഷേകം കഴിഞ്ഞ് സകല ഐശ്വര്യത്തോടെ ഇരിക്കട്ടെ. ധർമ്മം, ജ്ഞാനം, വൈരാഗ്യം, ഐശ്വര്യം എന്ന് പറയുന്ന സകല ഐശ്വര്യത്തോടെ ഇരിക്കുവാൻ മഹാഗണപതിയെ പ്രാർത്ഥിച്ചുകൊള്ളും. UTV ന്യൂസ്, പാലക്കാട്.